എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രത്യേക ഒരു ന്യൂസ് ചില സാമ്പത്തിക ന്യൂസ് പോർട്ടലുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇതാണ് പറയുന്നത്, അതായത് ആ ന്യൂസ് ഇങ്ങനെയാണ് പറയുന്നത്: ഓഹരി വിപണികളെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണെന്നും ഇത് 2008 ഭീകരമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ ഹാരി ഡെന്റ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡെന്റ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ഓഹരി വിപണിയിൽ ഉണ്ടാക്കിയ നേട്ടം കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നാണ് ഡെന്റിൻ്റെ അഭിപ്രായം. ആരാണ് ഡെന്റ് എന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനാണ്. ഏകദേശം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പഠിച്ച പുള്ളിയാണ്. പുള്ളിക്ക് ഇപ്പോൾ ഏകദേശം ഒരു 71 വയസ്സായിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ 2008 സാമ്പത്തിക തകർച്ച ഞാൻ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൂടാതെ 1991 ജപ്പാൻ വിപണി തകർച്ചയും പുള്ളി പ്രവചിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് നമുക്കറിയില്ല, നമുക്ക് തെളിവുകളില്ല. പുള്ളി ഒരു വിപണി വിദഗ്ധനാണ് എന്തായാലും. അതായത് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് സമ്പാദിച്ചൊരു വ്യക്തിയാണ്. എന്തൊക്കെ ആവട്ടെ, പുള്ളിക്ക് ചിലപ്പോൾ ആ സമയത്ത് ഷോർട്ട് അടിച്ചിടാനായിരിക്കും. നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടിട്ട് ബേജാറാവേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ന്യൂസിൽ ഒന്നും കൂടി പോവാം. അതായത് വലിയ ഒരു തകർച്ചയ്ക്ക് മുമ്പുള്ള ശാന്തതയാണ് ഇപ്പോഴത്തെ വിപണിയിലെ നേട്ടങ്ങളെന്നാണ് ഡെന്റ് പറയുന്നത്. ഡെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനിയുടെ സ്ഥാപകൻ കൂടിയാണ് ഈ ഹാരി ഡെന്റ് എന്ന് പറയുന്ന വ്യക്തി. 2009 അദ്ദേഹം പുറത്തിറക്കിയ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എഹെഡ് എന്ന പുസ്തകം ഏറെ ശ്രദ്ധ നേടിയതാണ്. അമേരിക്കൻ സാമ്പത്തിക മേഖലയെ പഠിക്കാൻ സ്വന്തമായി സിദ്ധാന്തം വികസിപ്പിച്ച ആളാണ് ഇദ്ദേഹം. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചാനലിലാണ് പുള്ളി ഇങ്ങനെയുള്ള വാർത്ത പുറത്തുവിട്ടത്. പുള്ളി വീണ്ടും പറയുന്നത് US സർക്കാർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തലതിരിഞ്ഞതാണെന്നാണ്. അതായത് അതിനൊരു ഉദാഹരണം കൂടി പുള്ളി നിരത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മദ്യപിച്ചതിൻ്റെ ഹാങ് ഓവർ മാറാൻ വീണ്ടും മദ്യപിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതെന്നാണ് അദ്ദേഹം കളിയാക്കി പറയുന്നത്. വൻതോതിൽ പണമൊഴുക്കി ഉദാരമായ പണനയം സ്വീകരിച്ചാൽ സമ്പദ് വ്യവസ്ഥ വളർച്ചയിലാണെന്ന് തോന്നിപ്പിക്കും. എന്നാൽ ഈ കുമിള പൊട്ടി സമ്പദ് വ്യവസ്ഥ തകരുമ്പോൾ മാത്രമേ എല്ലാവരും ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അറിയുകയുള്ളൂ. ഓരോ തകർച്ചയ്ക്ക് മുമ്പോ 5-6 വർഷം കുമിളകൾ തിരിച്ചറിയപ്പെടാതെ പോകും. എന്നാൽ നിലവിലേത് 14 വർഷമായി എന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ കുമിളകൾ ആകുന്നതിന് പകരം ഒരു വലിയ കുമിള പോലെ ഓഹരി വിപണി വീർത്തിരിക്കുന്നു. അത് പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന അപകടം 2008 വലുതായിരിക്കുമെന്നും ഡെന്റ് പറയുന്നു. അടുത്തിടെ മൈക്രോസോഫ്റ്റിൻ്റെയും ആപ്പിളിനെയും പിന്തള്ളി ഏറ്റവും മുന്നിലെത്തിയ NVIDIA എന്ന കമ്പനിക്കും കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിലുണ്ട്. NVIDIAയുടെ ഏകദേശം 98% വരെ വില ഇടിയാമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അമേരിക്കൻ സൂചികയായ S&P 86%, നാസ്ഡാക്ക് 92% ഇടിയുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടിവ് ലോക വിപണിയിലും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ആദ്യ തുടർച്ച വരുന്നത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നായിരിക്കുമെന്നും പുള്ളി പറയുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് സത്യമാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ഇത് കേട്ട് ബേജാറാവേണ്ട ഒരു കാര്യമില്ല. കാരണം അമേരിക്കൻ വിപണി അങ്ങനെ ഇടിയാനായിട്ട് 92% ഇടിയാൻ അവർ സമ്മതിക്കുമോ? അതുകൂടാതെ ഇന്ത്യൻ വിപണി ഇടിയാൻ ഇന്ത്യൻ സർക്കാരും അങ്ങനെ ഇടിയായിരിക്കും. ചെറിയ 10 കൂടി വന്നാൽ 15% ഇടിയായിരിക്കും. അതിൽ കൂടുതൽ ഇടിയാൻ ഇപ്പോഴത്തെ സർക്കാരുകൾ എന്തായാലും അതിന് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കും. അപ്പോൾ പുള്ളി അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി നമ്മൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ ലെവൽസും മാർക്കറ്റിൻ്റെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പേടിക്കേണ്ട കാര്യമില്ല. ആ ലെവലിൽ താഴെ സ്റ്റോക്ക് വരുമ്പോൾ നമുക്കത് വിറ്റുമാറുക. ഓരോ സ്റ്റോക്കിനും ഒരു മൂവ്മെൻറ്റ്സ് ലെവൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലോസ് ഉണ്ടാവുകയുള്ളൂ. വേറെ കൂടുതലൊന്നും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. നമുക്കതിന് വേണ്ടിയിട്ട് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്യുക. അഥവാ മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു
വീഡിയോ ആണ്, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പോൾ മാർക്കറ്റ് ഇടിയുമെന്ന് ഇതിൽ പറഞ്ഞു. അപ്പോൾ ന്യൂസ് കണ്ടിട്ട് നമ്മൾ ബേജാറ്. നമുക്ക് പഠിക്കാനുള്ളത് ഏത് ഷെയർ ആയാലും നമ്മളൊരു സ്റ്റോക്ക് മേടിച്ചു, അത് നമുക്ക് റിസ്ക് എവിടെയാണ്? നമ്മൾ മാർക്കറ്റിൽ അറിയാമല്ലോ, മുകളിലേക്ക് പോകും താഴേക്കും വരാനുള്ള സാധ്യത 50-50. അപ്പോൾ താഴേക്ക് വന്നാൽ എവിടെ എത്തിയിട്ട് നമ്മൾ റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ എവിടെയും വരെയാണ് നമുക്ക് ആ സ്റ്റോക്കിന് തകർച്ചയ്ക്ക് ആക്കം കൂട്ടാനുള്ള ഏരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ ചാർട്ട്, നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ട്. അതായത് ഒരു ക്യാൻഡിൽ വന്നിരിക്കുന്നത് ഒരു ദിവസത്തെ വിലയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റിയുടെ കൃത്യമായ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടാവും. ഒരു സപ്പോർട്ട് സോൺ ഈ ലെവലാണ് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുക. എന്തുകൊണ്ട് ഈ ലെവലിൽ ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു 2-3 തവണ ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയ ഏരിയയാണ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. ഇവിടെ ഈ നിഫ്റ്റിയുടെ സപ്പോർട്ട് സോൺ നോക്കിയാൽ ഒരു പ്രാവശ്യം ഇവിടെ കണ്ട ഇവിടെ 1, 2 ക്യാൻഡിൽ, 4, 5, 6, 7, 8 ക്യാൻഡിലാണ് ഇവിടെ ടച്ച് ചെയ്തിട്ടുള്ളത്. 8 പ്രാവശ്യമാണ് ഇവിടെ ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് പോയി, ടച്ച് ചെയ്ത് മുകളിൽ 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 പോയി. അപ്പോൾ ഇത് സ്ട്രോങ് ഒരു സപ്പോർട്ട് സോണാണ് ഇൻട്രാഡേ ബേസ് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഈ 21,800 അല്ലെങ്കിൽ ആ റേഞ്ച്. അപ്പോൾ 21,800 താഴെ നിഫ്റ്റി 21,800 താഴെ ഇവിടെ ഒരു ക്ലോസിങ്, ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ വലുത് ക്ലോസിങ് വന്നിട്ടുണ്ട്. പിന്നെ നിഫ്റ്റി കുറച്ച് താഴേക്കായിരിക്കും പോവുക. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സൈഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും റിസ്ക് ആണ്. ഈ ഏരിയ ഉള്ളതാണ് നമുക്കൊരു റിസ്ക് ഏരിയ. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള സ്റ്റോക്കുകളിലും റിസ്ക് ഏരിയ. നമുക്ക് വേറൊരു സ്റ്റോക്ക് എടുത്ത് നോക്കാം. നമുക്ക് എടുത്താണ് സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ എന്ന് വെച്ചാൽ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയുടെ. ബാങ്ക് ഓഫ് ബറോഡയുടെ വീക്കിലി ചാർട്ട് നമ്മുടെ മുമ്പിലുള്ളൂ. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കും. ഒരു സപ്പോസ് എക്സാമ്പിൾ പറയുകയാണ്, ഒരു വ്യക്തിയുടെ കയ്യിൽ ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. എത്ര വരെ കയറുന്നു പുള്ളിക്ക് അറിയില്ല. പക്ഷേ താഴ്ന്നു കഴിഞ്ഞാൽ എത്ര വരെ താഴുമെന്ന് അറിയാത്ത ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ വേണ്ട, ഇവിടെ നമുക്ക് നോക്കിയാലും അറിയാം. ഇവിടെ ഈ സോൺ എന്ന് പറഞ്ഞാൽ മേജർ ഒരു സപ്പോർട്ട് സോണായിട്ട് ഇവിടെ ആക്ട് ചെയ്തത് ഈ ഏരിയ. നമുക്ക് അവിടെ ഒരു മാർക്ക് ചെയ്ത് ഈ റെഡ് ലൈനിൻ്റെ ഈ ഏരിയ കണ്ട ഈ സോൺ, അതായത് 245, 250 റേഞ്ച് ഇതിൻ്റെ ഒരു മേജർ വീക്കിലി ക്യാൻഡിൽ വേണം. ഇതിന് താഴെ ഒരു വീക്കിലി ക്യാൻഡിൽ താഴേക്ക് ക്ലോസ് ചെയ്യണം. ഇവിടെയൊക്കെ ട്രേഡ് ചെയ്തു, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നേരെ താഴേക്ക് വരാം. താഴേക്ക് മീൻസ് ഇവിടെയും വരെ ഏകദേശം വരും. അവിടെ ഒരു സപ്പോർട്ട് എടുക്കും. ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ ആയിരുന്നതുകൊണ്ട് ഇവിടേക്ക് വീണ്ടും താഴ്ന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, വീണ്ടും അത് താഴേക്ക് വരും. പക്ഷേ ഇവിടെ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു 250, അതാണ് വീക്കിലി ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇത് മാർക്കറ്റ് ഇടിയ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ റേഞ്ചിലാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ റേഞ്ചിൽ താഴെയാണെങ്കിൽ നമ്മൾ കയ്യിലുള്ളത് വിറ്റിട്ട് മാറിയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുക. അപ്പോൾ അത്രയും ഏരിയ ഈ ഏരിയ നമുക്ക് റിസ്ക് ഏരിയ ആണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റോക്കിൻ്റെ അനലൈസ് ചെയ്ത്. ഇപ്പോൾ 2 എണ്ണം ഞാൻ എക്സാമ്പിൾ ഈ ന്യൂസ് വന്നപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മളതിൽ ബേജാറാവേണ്ട കാര്യമില്ല. നമുക്ക് ചാർട്ടാണ് നമ്മളെ ആത്മാവ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.